എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഹൈ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം കുറച്ചൊന്ന് ഇറങ്ങി ഇവിടെ നോക്കിയാൽ അറിയാം CPRൻ്റെ ലോവർ ലെവലിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് വീണ്ടും കയറി. ഓപ്ഷൻസിനകത്ത് ചെയ്തവർക്കൊക്കെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റിൽ ഈ ഒരു മൂവ്മെൻറ്റ് നല്ല പ്രോഫിറ്റ് കിട്ടിക്കാണും. അതിനുശേഷം ഈ താഴോട്ട് വന്നതിന് ശേഷമുള്ള മൂവ്മെൻറ്റിൽ എല്ലാം പ്രീമിയം എല്ലാം മെൽറ്റായി പോയി കാണും. അപ്പോൾ നിഫ്റ്റി നമ്മൾ ഡേ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ലെവലിന് മുകളിൽ വന്ന് നിന്നാലേ ഉള്ളൂ ഒരു കുറച്ച് അപ്പിലോട്ട് പോകാനൊരു പ്രതീക്ഷയുള്ളൂ. ഈ ഒരു ലെവലിന് മുകളിൽ ഞാൻ നേരത്തെ ഇത് വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം 2-3 ദിവസം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 2-3 ദിവസം നിന്നാൽ ഒരു പെട്ടെന്നൊരു ഡൗൺഫോൾ വന്നാൽ ഈ ഒരു ലെവലിൽ താഴെ പോയതിന് ശേഷം തിരിച്ച് കയറുവാണെങ്കിൽ വീണ്ടും തിരിച്ച് 24,200 വരാനൊരു ചാൻസ് ഉണ്ട്. അതായത് 23,300 റേഞ്ചിലോട്ട് വന്നാൽ തിരിച്ചൊരു നല്ലൊരു കയറ്റം കയറാൻ ചാൻസ് ഉണ്ട്. അതല്ല കുറച്ച് ദിവസം ഇവിടെ ഈ റേഞ്ചിൽ, അതായത് ഇപ്പോൾ എത്ര 23,700 ഈ റേഞ്ചിലോ അല്ല 23,600 900 ആ റേഞ്ചിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നിന്നാൽ ചിലപ്പം വീണ്ടും നല്ല രീതിയിൽ താഴോട്ട് പോകാൻ ചാൻസ് കൂടുതലാണ്. മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റ് വീക്കാണ്. പിന്നെ ഒരു ചെറിയൊരു അപ് ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും, അത്രയേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഇന്ന് 1% പ്ലസിലുണ്ടായിരുന്നു. ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സപ്പോർട്ടുള്ളൊരു ഏരിയയാണിത്. ഈ ഒരു ഏരിയ 50,400 നമ്മളിപ്പോൾ ഒരു 50,000 ഷെയർ ആയതുകൊണ്ട് 200-300 ഒരു 1% മുകളിലും താഴെയായിട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പറയാൻ പറ്റണം. നോർമൽ ഈ റേഞ്ച് സപ്പോർട്ടാണ് 50, 300, 400 റേഞ്ച്. അവിടുന്ന് തിരിച്ച് കയറാനാണ് ചാൻസ് കൂടുതൽ. കയറാന്ന് പറഞ്ഞാൽ ഒത്തിരി ഹൈ അടിക്കുമെന്ന അല്ല, കുറച്ച് കയറി ചിലപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ 2 ഗ്യാപ്പ് കിടപ്പുണ്ട്. ഈ 2 ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും ഇറങ്ങാനാണ് ചാൻസ്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോഴും മൊത്തത്തിൽ നോക്കിയാൽ വീക്ക്നെസ്സാണ്. പക്ഷെങ്കിൽ ഞാൻ നേരത്തെ 2-3 ദിവസത്തേക്ക് മുന്നേ തൊട്ടേ പറയുന്നുണ്ട് 23,500 വന്നാൽ ഒറ്റയടിക്ക് ഇന്ന് വന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അപ്പിലോട്ട് മാർക്കറ്റ് പ്രതീക്ഷിക്കാമായിരുന്നു. ഇപ്പം പക്ഷെങ്കിൽ ഇന്ന് അപ്പിൽ ഓപ്പൺ ആയതുകൊണ്ട് എനിക്കത് അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെങ്കിൽ നോർമൽ ഈ റേഞ്ചിൽ കിടന്ന് ട്രേഡായിട്ട് എപ്പോഴെങ്കിലും ഒരു വൺ സൈഡ് ഒരു അടി അടിച്ച് താഴെ വന്നിട്ട് തിരിച്ച് കയറാനാണ് ചാൻസ് കൂടുതൽ. കയറ്റത്തിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ 2,300 ആ മാക്സിമം ആ റേഞ്ചിലോട്ട് പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കരുത് നിഫ്റ്റിയിൽ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഷെയർ എടുത്തിട്ടുള്ളൂ. 7 ഷെയർ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഈ 7 ഷെയറിനകത്തുനിന്ന് പോലും നമുക്ക് 3-4 ഷെയറിനകത്ത് നല്ല ചാൻസുകൾ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3-4 ഷെയറിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ഷെയറുകൾ നോക്കാം. ഇന്നലെ നല്ല മൂവ്മെൻറ്റ് തന്ന ഷെയർസിനകത്ത് ഇന്ന് നല്ല ചാൻസ് തന്ന ഷെയർ ടെക്നോ ഇലക്ട്രിക് തന്ന ഈ ഷെയർ. ഇവിടെ നോക്കിയേ, ടെക്നോ ഇലക്ട്രിക് ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 മുകളിൽ കയറി ട്രേഡായി. R2 പോയില്ല. R2 പോകാതെ R1 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ നമുക്കിവിടെ എടുക്കാൻ പറ്റണം. 1675-70 റേഞ്ചിലൊക്കെ എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുക. 1675 റേഞ്ച് എന്നത് 1615, 1605, 70 രൂപ വൺ സൈഡ് മൂവ്മെൻറ്റാണ് ഷെയർ താഴോട്ട് വന്നു. നമുക്ക് 70 രൂപ കിട്ടിയില്ലെങ്കിലും 10, 15, 20 രൂപയൊക്കെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ 1-2 ക്യാൻഡിൽ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 10-20 രൂപ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ കോത്താരി പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ് വന്നിട്ട് പ്രീവിയസ് ഡേ ഹൈ R1 മുകളിൽ ഓപ്പൺ ചെയ്തു. 218 ഓപ്പൺ ചെയ്തു. കുറച്ച് മുകളിലോട്ട് പോയി. R2 പോകുന്നില്ല. തിരിച്ച് R1 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുത്താൽ മതി. ഒരു 215 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക്
198, അതായത് ഒറ്റ ക്യാൻഡിൽ തന്നെ കിട്ടി. 5 മിനിറ്റ് കൊണ്ട് തന്നെ 196 സംതിങ് വരെ വന്നു. അപ്പോൾ ഈസിയായിട്ട് നല്ല സൂപ്പർ പ്രോഫിറ്റ് ഇവിടെ തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിന് ശേഷം ആവറേജ് അല്ല പ്രീവിയസ് ഡേ ഹൈയെ വരും, തിരിച്ചിറങ്ങും, വീണ്ടും പ്രീവിയസ് ഡേ ഹൈയെ വരും, തിരിച്ചിറങ്ങും. അതാണ് നല്ല സൂപ്പറായിട്ടൊരു 3 പ്രാവശ്യം ഈസി ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമായിരുന്നു ഈ ഷെയറിനകത്ത്. അതുപോലെ MP എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയർ ഓപ്പണിങ്ങിൽ അപ്പിൽ പോയി, അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ ഇത് എന്താണ് പറയുന്നത് R1 മുകളിൽ പോയി R2 പോകാതെ തിരിച്ചിറങ്ങി. അപ്പോൾ നമുക്കിവിടെ 165-56 ഒരു എൻട്രി എടുത്താൽ 157-40 ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് വന്നു. അതൊരു നല്ലൊരു പ്രോഫിറ്റ് വന്നിട്ട് തിരിച്ച് കയറി. പക്ഷേ തിരിച്ച് ജസ്റ്റ് ഹൈയുടെ അവിടെ വന്നു, തിരിച്ച് വീണ്ടും ഇറങ്ങി. പക്ഷേ ഈ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തില്ല. നമുക്കിപ്പോഴും ലെവലുകൾ കട്ട് ചെയ്ത് താഴെ വരുന്ന സമയത്താണ് നമുക്ക് നല്ല ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു ചാൻസ് കിട്ടി, അത് ആൾക്കാർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ പിന്നെ സാൽസർ ഇലക്ട്രിക് എന്ന് പറയുന്ന ഈ ഷെയർ, സാൽസർ ഇലക്ട്രിക് പ്രീവിയസ് ഡേ ഹൈ വരുന്നില്ല, പക്ഷേ ഹൈയുടെ അടുത്തുനിന്ന് അത് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയി, വൺ സൈഡ് ഇറങ്ങിപ്പോയി. അതുപോലെ ഡയമണ്ട് YD അതുപോലെ ഓപ്പണിംഗ് ഡൗൺ ആയിരുന്നു. പക്ഷേ അതിനകത്ത് നോക്കിയിരുന്ന പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഷെയറൊക്കെ. ഓക്കെ, ജിക്രയൊക്കെ ഡൗൺ ആയിരുന്നു ഓപ്പണിംഗ്, അപ്പം നമുക്കതിനകത്ത് ചാൻസ് ഇല്ല. നമുക്കെപ്പോഴും നമുക്ക് R1 ലെവലുകളോ പ്രീവിയസ് ഡേ ഹൈ ഒക്കെ അടിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് നമുക്ക് നല്ല ചാൻസുകൾ കിട്ടാറുള്ളത്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ 4 ഷെയർ നല്ല രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ട്രേഡ് നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ നമ്മൾ സെലക്ട് ചെയ്യും. നാളത്തെ ഒത്തിരി 17 ഷെയറുണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ ഇതിനകത്ത് നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യേണ്ട ഷെയറുകളും ഉണ്ട്. ഞാൻ പിന്നെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് എടുത്തന്നേ ഉള്ളൂ. എന്നാൽ ഈ ടോപ്പ് നിൽക്കുന്ന ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് മൊബിക്വിക്ക് എന്ന് പറയുന്നൊരു ഷെയർ ഉണ്ട്, നോക്കട്ടെ. ഈ ഷെയർ ഓപ്പണിങ് നോക്കിയേ ചെയ്യാവൂ. ലാസ്റ്റ് ടൈമിൽ ഒരു ഹെവി ബൈങ് വന്നത് ആരാണ്, വലിയ ഫണ്ടുകളാരും ബൈ ചെയ്താണോ ഒക്കെ നോക്കണം ഈ ഷെയർ. അതായത് എന്നാൽ പോലും നമുക്ക് ഈ ഷെയർ R1 വന്നിട്ട് ഇറങ്ങുന്നുണ്ട് എൻട്രി എടുക്കാം. പക്ഷേ വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മളൊരു പെട്ടെന്നൊരു 5-6 രൂപ അല്ലെ 10 രൂപ പ്രോഫിറ്റ് കിട്ടി അന്നേരം ബുക്ക് ചെയ്ത് തിരിച്ചിറങ്ങുക. ഹെവി ഒരു ബൈങ് ഈ ഷെയറിനകത്ത് ലാസ്റ്റ് ടൈം വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി ഈ ഷെയറുകളൊക്കെ ഇവിടെ ശ്രദ്ധിച്ചറിയാം, പെർസെൻറ്റേജ് തീരെ കുറവാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ ചിലപ്പോൾ നാളെ ആയിരിക്കാം ഹെവി മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചേ ചെയ്യാം. പിന്നെ നമുക്ക് ചാൻസ് കിട്ടുമ്പം നമ്മൾ എൻട്രി എടുക്കുക. പക്ഷേ അധികം നേരം വെയിറ്റ് ചെയ്യാതെ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതി ഒരു ചെറിയ പ്രോഫിറ്റൊക്കെ കിട്ടും. അതായത് ഇപ്പം സ്റ്റാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 714 ലെവല്, 720 പോയി 14 താഴെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 710, 707, 8 കിട്ടുവാണെങ്കിൽ അന്നേരം ബുക്ക് ചെയ്ത് മാറിയിരിക്കണം. വൺ സൈഡ് താഴോട്ട് 700 വരും, 1190 വരും, അങ്ങനെ ഇരിക്കരുത്. പക്ഷേ ഈ ഷെയർസിനകത്തൊക്കെ നമുക്ക് ചെയ്യാം. ടോപ്പിൽ ഒരു 10% മുകളിലുള്ള ഷെയർസിനകത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ഒരു രീതിയിലൊരു കൺഫേം ട്രെൻഡ് കിട്ടിയാൽ വെയിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഇതിനകത്ത് വിംത ലാബ് ഇപ്പം നോക്കിയാൽ 1025 അതിൻ്റെ ഹൈ ആണ്, R1 1027. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഈ 2 ലെവലിൻ്റെ താഴെ വന്നാൽ നമുക്ക് നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ PGL എന്ന് പറയുന്ന ഈ ഷെയർ ഈ R2 ലെവൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയാണ്. R2 ലെവൽ, R1 പോയിട്ട് ഇറങ്ങിയാലും എൻട്രി എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത് അധികം നേരം. MSTC എന്ന് പറയുന്ന ഷെയർ, അതും പ്രീവിയസ് ഡേ ഹൈയും R1 ഈ 2 റേഞ്ചിന് മുകളിൽ പോയിട്ട് തിരിച്ച് ഈ 2 റേഞ്ചിന് താഴെ വന്നാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതല്ല ഇപ്പം 827, 28 അല്ലെങ്കിൽ 830 പോയിട്ട് 823 താഴെ വരുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വെക്കേണ്ടത് ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്താണ്. ആ റേഞ്ചിന് അടുത്ത് ഇപ്പം പ്രീവിയസ് ഡേ ഹൈ ഞാനിപ്പോൾ പറയുമ്പോൾ നാളെ നിങ്ങൾ എൻട്രി എടുത്തിട്ട് ഇവിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കരുത്. നമുക്ക് ചിലപ്പോൾ 811, 12 അവിടുന്ന് തിരിയുന്ന പോലെ തോന്നി അവിടെ ബുക്ക് ചെയ്ത് മാറുക. ABDL എന്ന് പറയുന്ന ഷെയർ 410, R1 R2 റേഞ്ച് എന്നിട്ടാണ് നല്ലതാണ്. R1 റേഞ്ചിൽ നിന്ന് തിരിയുന്നുണ്ട് എൻട്രി എടുക്കാം, പക്ഷേ അധികം വെയിറ്റ് ചെയ്യരുത്. ആവന്തി ഫീഡ്
ആവന്തി ഫീഡും R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയർ. സോട്ട എന്ന് പറയുന്ന ഷെയർ ഇത് ഓൾ ടൈം ഹൈ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഷെയറിനകത്ത് ഹൈയോ അതല്ല R1 റേഞ്ചിൽ നിന്നൊക്കെ കിട്ടിയാൽ ചെറിയ ചാൻസ് എടുക്കാം, വലിയ ചാൻസ് എടുക്കരുത്. ഈ ഷെയറിനകത്ത് വോളിയം ഇല്ലാത്ത ഷെയറാണ്. ബജാജ് ഹെൽത്ത് കെയർ വീണ്ടും 600 മുകളിൽ പോയിട്ട് എന്നിട്ട് ഈ R1 റേഞ്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. ഇന്ത്യ സിമെൻ്റ് ഈ ഹൈയും R1 അടുത്തടുത്ത്, അപ്പോൾ ഈ 2 റേഞ്ചിൻ്റെ അടുത്ത് വന്നിട്ട് ഇറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് ചാൻസ് എടുത്താൽ മതി. മൊബിക്വിക്ക് സൂക്ഷിച്ചേ ചെയ്യാവോ. ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ പോലെ മൊബിക്വിക്ക് സൂക്ഷിച്ചേ ചെയ്യാവോ. നല്ല ചാൻസ് ഈ 600 അടുത്തൊക്കെ കിട്ടിയാൽ എടുക്കാം, അതല്ലാതെ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുത്താൽ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് മാറുക. PGIL R1 അല്ലെ R2 ഈ റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. R2 കിട്ടിയാൽ അടിപൊളി ചാൻസ് കിട്ടും. യൂക്കാൽ എന്ന് പറയുന്ന ഷെയർ ഹൈയും R1 അടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ സ്റ്റാർ സിമെൻ്റ് R2 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ആംബറൊക്കെ 7,000 പോയിട്ട് ഈ പ്രീവിയസ് ഹൈ കട്ട് ചെയ്താൽ എൻട്രി എടുക്കാം. കൂടുതൽ ഷെയറൊന്നും ചെയ്തു, 5-10 ഷെയർ ചെയ്യുക. അത്ര 10 ഷെയറിൽ തന്നെ നമുക്ക് 1,000-2,000 രൂപ കിട്ടും. ഇൻ്റലക്ട് ഡിസൈന് ഇത് നോക്കുക, ഒരു പ്രാവശ്യം 1000-ന് മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറാണ്. R1 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് നമുക്ക് കിട്ടും. BSL എന്ന് പറയുന്ന ഷെയർ 350 റേഞ്ചിൽ പോയിട്ട് ഈ 344, 348, 49 പോയിട്ട് 44 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കുക. അപ്പോൾ ഈ ഷെയറുകളൊക്കെ നോക്കുക, ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക, അല്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി എൻട്രി ചെയ്തിട്ട് ലോസ് എടുത്തൊക്കെ ആയിരിക്കും. ചാൻസ് കിട്ടുമ്പോൾ എൻട്രി എടുക്കുക, അന്നേരം അതിനുശേഷം ആ സമയത്ത് വന്നിട്ടുള്ള ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.